എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് ഇൻഡസ്ട്രി സീക്സ് ടു റീതിങ്ക് ഓൺ ചൈനീസ് FDI കർബ്സ്, പിന്നെ ഹൈ ഇമ്പോർട്ട് ടാരിഫ്സുകൾ. അത് നമ്മുടെ GS3 എക്കണോമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. നമ്മളിതിനകത്ത് നമ്മൾ FPIയും FDIയും എന്താണ്, അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് കൂടി നമ്മളൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലും നമ്മൾ നോക്കും. ഓക്കെ, പക്ഷേ ഇത് കൂടുതൽ നമ്മൾ മെയിൻസ് പെർസ്പെക്റ്റീവും കുറച്ച് ഭാഗങ്ങൾ പ്രിലിംസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ പുഷ്പക് എന്ന് പറയുന്ന ഒരു റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളാണ്. RLV എന്ന് പറയും. അത് ഇസ്രോയുടെ അവർ 3ാമത്തെ ടെസ്റ്റ് അവർ കണ്ടക്ട് ചെയ്തു എന്നാണ് അതിൻ്റെ ഒരു ന്യൂസ് വന്നത്. അപ്പോൾ നമ്മൾ ഈ പുഷ്പക് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, ഇത് GS3 സയൻസ് ആൻഡ് ടെക് സ്പേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. പിന്നെ ഉള്ളത് നമ്മുടെ എഡിറ്റോറിയലുള്ളൊരു ന്യൂസ് ആർട്ടിക്കിളാണ്, ക്രിയേറ്റ് ദ സ്പേസ് ഫോർ ഗവർണൻസ് വിത്ത് എ ഗ്രീൻ ഹാർട്ട്. ഇതും നമ്മുടെ ഗവർണൻസ് റിലേറ്റഡ് ആയിട്ട് എൻവയോൺമെൻറ്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ന്യൂസാണ്. എങ്ങനെ ഇപ്പോൾ പുതിയൊരു പാർലമെൻ്റ് ഒക്കെ വന്നു, സെഷൻസ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇങ്ങനെ ആർട്ടിക്കിൾസ് നമ്മൾ കൂടുതലും കാണുന്നുണ്ടായിരുന്നു. പിള്ളേരുടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, ചൈൽഡ് വെൽഫെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒക്കെയാണ് ഒരു ആർട്ടിക്കിളാണ്. അപ്പം ഓരോരോ വ്യൂ പോയിൻറ്റ്സ് ആണ് ഓരോ ആൾക്കാരുടെ, അത് ജസ്റ്റ് ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്കത് ഗവർണൻസും എൻവയോൺമെൻറ്റും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ പോയിന്റ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി സീക്സ് റീതിങ്ക് ഓൺ ചൈനീസ് FDI കർബ്സ് ആൻഡ് ഹൈ ഇമ്പോർട്ട് താരിഫ്സ്. അപ്പോൾ ഇന്ത്യ എയിംസ് ടു ബിക്കം എ ഗ്ലോബൽ ഹബ്. ഇതിൻ്റെ കോൺടെക്സ്റ്റ് ആണ് ഹബ് ഫോർ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്. ഹവർ റീസെൻറ്റ് ഇൻഡസ്ട്രി റിപ്പോർട്ട്സ് ഇൻക്ലൂഡിംഗ് വൺ ഫ്രം CCI, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഹൈലൈറ്റ് സെവറൽ ചാലഞ്ചസ്. അപ്പം നമുക്കറിയാം, നമ്മളൊരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഈയിടയ്ക്കായിരുന്നു നമ്മൾ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലോട്ട് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ ഈയിടയ്ക്ക് അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു മൂവ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഉള്ള ഇലക്ട്രോണിക്സ് ഹബ്ബാകാനായിട്ട് ഇന്ത്യ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. ഇൻഡസ്ട്രീസ് റൂളിംഗ് ഫോർ policy reforms to enhance competitiveness and transition from import dependent assembly to value added മാനുഫാക്ചറിങ്ങിലോട്ട് നമ്മൾ ട്രാൻസിഷൻ ചെയ്യാനായിട്ട് ഉള്ള ചാലഞ്ചസിനെ കുറിച്ചൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത്, ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ആണ്. എന്താണ്, സ്കിൽഡ് പേഴ്സൺ, ഈ ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ചൈനീസ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഭയങ്കര ഹ്യൂജാണ്. നമ്മളും ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ഫോൺ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഫോൺ കമ്പനീസ് ആണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം കാർബൺ അങ്ങനെയുള്ള ചില കമ്പനികളുണ്ടായിരുന്നല്ലോ, അവർ പോലും ദേവർ ഡിപ്പെൻഡൻ്റ് ഓൺ ചൈന. അപ്പം ചൈനയിൽ നിന്ന് നമ്മൾ ഈ മൊബൈൽ ഫോൺ കൊണ്ടുവരും, എന്നിട്ട് നമ്മൾ റീബ്രാൻഡ് ചെയ്തിട്ട് ഇന്ത്യൻ കമ്പനിയുടെ പേരിൽ ഇറക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഗവൺമെൻറ് ബാൻഡ് ഓൺ ഇമ്പോർട്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ട് താരിഫ്സ് കൊണ്ടുവന്നു ചൈനീസ് ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ സ്കിൽഡ് പേഴ്സണൽ മൂവ്മെൻറ്റ് ഫ്രം ചൈനയും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഇനിഷ്യലി എയിംഡ് അറ്റ് പ്രിവെൻറ്റിംഗ് പ്രെഡറ്ററി അക്വിസിഷൻസ് ഡ്യൂറിംഗ് ദ പാൻഡമിക്. ഇൻഡസ്ട്രി ഏർജസ് ദീസ് റെസ്ട്രിക്ഷൻ നൗ ഹിൻഡർ കമ്പോണൻറ്റ് എക്കോസിസ്റ്റം. നമുക്കറിയാം, ഈ റെയർ എർത്ത് മിനറൽസ് ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലൊക്കെ. അപ്പോൾ അതൊക്കെ കൂടുതലുള്ളത് ചൈനയുടെ കയ്യിലാണ്. അപ്പം അവരെ നമ്മൾ ഇപ്പം ലിമിറ്റ് ചെയ്തേക്കുവാണ്. അവരുടെ ഇമ്പോർട്ടും ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ അവരുടെ സ്കിൽഡ് പേഴ്സണൽസിൻ്റെ എൻട്രി ഇൻറ്റു ഇന്ത്യയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇന്ത്യയിൽ നിന്ന് ചൈനയിലോട്ട് പോയി ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ ആക്ച്വലി വി നീഡ് ടു ഗോ ത്രൂ ശ്രീലങ്ക വഴിയാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഹിൻട്രൻസും അങ്ങനെയുള്ള ചാലഞ്ചസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്കിൽഡ് പേഴ്സണൽ റെസ്ട്രിക്ഷൻസ് ഒരു ചാലഞ്ചാണ്. പിന്നെ ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആണ്. പിന്നെ എലിവേറ്റഡ് താരിഫ്സ് ഓൺ ഇലക്ട്രോണിക് കമ്പോണൻസ് നമ്മുടെ ഇവിടെയുണ്ട്. മേക്കിംഗ് ഇന്ത്യൻ ഇലക്ട്രോണിക് ഗുഡ്സ് ലെസ് കോമ്പറ്റീറ്റീവ് ഗ്ലോബലി, പെർട്ടിക്കുലർലി ഡിസ്അഡ്വാൻറ്റേജ് കമ്പയർഡ് ടു വിയറ്റ്നാം ആൻഡ് ചൈനയും വിയറ്റ്നാമും തമ്മിൽ നോക്കുമ്പോഴേക്കും നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നിട്ടില്ല. ഇൻറ്റൻഡഡ് ടു ബൂസ്റ്റ് ലോക്കലൈസേഷൻ ബട്ട് ഇൻക്രീസ് മാനുഫാക്ചറിങ് കോസ്റ്റ്. അപ്പം നമുക്കറിയാം, നമുക്കുള്ള കമ്പോണൻസ് ഒക്കെ വരുന്നത് ചൈനയിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നൊക്കെ ആയിരിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ആൻറ്റി ഡംപിങ് പോളിസി, ഇപ്പോൾ ഡംപിങ് എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നേരത്തെ DLL. ഡംപിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് തന്നെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ 20 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളായിരിക്കും, പക്ഷേ ചൈനക്കാർ എന്ത് ചെയ്യും, അവരൊരു 100 എണ്ണം കൊണ്ടുപോയി നമ്മുടെ മാർക്കറ്റിലിടും. അപ്പോൾ എന്ത് ചെയ്യും, സപ്ലൈ കൂടുമ്പോഴേക്കും എന്ത് പറ്റും, ഒത്തിരി സാധനം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വില ഇവർ കുറയ്ക്കും.
ഓക്കെ, പക്ഷേ ഈ ചൈനക്കാരുടെ പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതലും വിറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഗവൺമെൻറ് ഇത്ര റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നത്. ഓക്കെ, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ബൂം ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ ആയിരുന്നു. പക്ഷേ എന്ത് പറ്റി, ഈ താരിഫ്സ് ഒക്കെ കൊണ്ടുവന്നപ്പോഴേക്കും വി ആർ സ്റ്റിൽ ഡിപ്പെൻഡൻ്റ് ഓൺ ചൈനീസ് എക്യുപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ചൈനീസ് പാർട്സ് നമുക്ക് വേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പാർട്സ് നമ്മുടെ മാനുഫാക്ചറിങ് ഫൈനൽ പ്രോഡക്റ്റിലോട്ട് വരുമ്പോഴേക്കും എൻ പ്രോഡക്റ്റിന് കോസ്റ്റ് കൂടും, മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടും. ഓക്കെ, പിന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ ലിമിറ്റേഷൻസ്, നമ്മൾ PLI സ്കീമുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ April 2020 ഓഫ്സെറ്റ് കോസ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, പിന്നെ 4 to 6% ഫിസിക്കൽ സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ എഫക്റ്റീവ്നെസ് ഡിമിനിഷിങ് ആണ്. കാരണം എന്താണ്, ഈ താരിഫുകൾ മാത്രമായിട്ട് ഹൈ കോസ്റ്റാണ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് സെക്ടറിൽ കൊണ്ടുവരുന്നത്. പിന്നെ കമ്പോണൻറ്റ് എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് ഒരു ചലഞ്ച് ആയിരുന്നു. കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആണ് നമ്മുടെ അസംബ്ലി ലെഡ് മാനുഫാക്ചറിങ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഫോൺ നമ്മളിപ്പോൾ ഇവിടെയാണ്, ഇപ്പം ഐഫോൺ ആണെങ്കിലും ഇന്ത്യയിലാണ് ഇപ്പോൾ അവർ അസംബിൾ ചെയ്യുന്നതെന്ന് വെച്ചോ. പക്ഷേ ഇതിൻ്റെ പാർട്സ് വരുന്നത് എവിടെ നിന്നായിരിക്കും? പാർട്സ് വരുന്നത് ചിലപ്പോൾ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നിന്നോ തൈവാനിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസും നമ്മുടെ താരിഫുകളും ഉള്ളതുകൊണ്ട് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും, ഇതിൻ്റെ കോസ്റ്റ്, അസംബ്ലി കോസ്റ്റ് കൂടാൻ ചാൻസസ് ഉണ്ടെന്നല്ല, കൂടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഗോൾ എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ ടു കമ്പോണൻറ്റ് ലെവൽ വാല്യൂ ആഡഡ് മാനുഫാക്ചറിങ് ആയിരുന്നു. പിന്നെ ക്രിട്ടിക്കൽ ഫോർ ലോങ് ടേം ഇൻഡസ്ട്രിയൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് റെഡ്യൂസിങ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്. അപ്പോൾ ഇവർ പറയുന്ന റെക്കമെൻഡേഷൻസ് എന്താണ്? ഓക്കെ, ഒന്നെന്ന് പറയുന്നത് റിവ്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്, റീകൺസിഡർ റെസ്ട്രിക്ഷൻസ് ഓൺ FDI ഫ്രം കൺട്രീസ് ഷെയറിംഗ് ലാൻഡ് ബോർഡേഴ്സ് വിത്ത് ഇന്ത്യ, ഇംപ്ലിമെൻറ്റ് അഡിക്വേറ്റ് ഗാർഡ് റെയിൽസ് വൈൽ ഈസിങ് റെസ്ട്രിക്ഷൻസ്. അപ്പം വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ചൈനീസ് അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് നമ്മൾ കൂടുതൽ താരിഫുകളൊക്കെ ഇട്ടെന്ന് വെച്ചോ. പക്ഷേ ചൈനക്കാരെന്ത് ചെയ്യും, ദേ വിൽ ഗെറ്റ് ഇറ്റ് ത്രൂ ഇവരുടെ പ്രോഡക്റ്റ് റീലേബൽ ചെയ്തിട്ട് മെയ്ഡ് ഇൻ ചൈനയ്ക്ക് പകരം ചിലപ്പോൾ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്നൊക്കെ ഇട്ടിട്ട് അവർ കൽക്കട്ട പോർട്ടൊക്കെ വഴി ഇന്ത്യയിലോട്ട് അവർ കയറ്റിവിടും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഈ താരിഫുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ബാലൻസ്ഡ് അപ്രോച്ച് ടു ട്രേഡ് ആൻഡ് ടെക്നോളജി, അഡോപ്റ്റ് നോൺ റെസ്ട്രിക്റ്റീവ് അപ്രോച്ച് ടുവേർഡ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്പോണൻറ്റ് ഇമ്പോർട്ട്സ്, പിന്നെ ടെക്നോളജി ട്രാൻസ്ഫർ ഇൻ ഡെഫിസിൻ്റ് ഏരിയാസ്, ഇൻവേർഡ് മൂവ്മെൻറ്റ് ഓഫ് സ്കിൽഡ് മാൻ പവർ, പിന്നെ നോൺ ട്രേഡ് താരിഫ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളിലെല്ലാം ഒരു നോൺ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് വേണം ഗവൺമെൻറ് എടുക്കാനായിട്ട്. എസ്പെഷ്യലി എന്തൊക്കെ സെക്ടറിലാണ്? ഒന്നെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൽ, പിന്നെ കമ്പോണൻറ്റ് ഇമ്പോർട്ടിൽ, ടെക്നോളജി ട്രാൻസ്ഫർ ഇൻ ഡെഫിഷ്യൻ്റ് ഏരിയാസ്. അപ്പോൾ നമുക്കറിയാം, ഗവൺമെൻറ് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അവർ പറയുന്നത് ഇത്ര കാര്യങ്ങൾ ഇവർ ബാൻ ചെയ്യുവാണ്, ഇത്ര കാര്യങ്ങൾക്ക് ഇവർ ഇമ്പോർട്ട് താരിഫുകൾ ഏർപ്പെടുത്തുവാണെന്നൊക്കെ. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ വോയിഡ് അവിടെ നികത്താനായിട്ട് ഇന്ത്യൻ കമ്പനീസ് അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ അതിനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടായിരുന്നു ഇപ്പോൾ ഈ താരിഫുകളും ഈ കമ്പോണൻറ്റിൻ്റെ ഷോർട്ടേജസും ഒക്കെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്കീം സക്സസ്ഫുൾ ആയേനെ. ഓക്കെ, അപ്പം താരിഫ് റാഷണലൈസേഷൻ എന്ന് പറയുന്ന അർജന്റ്ലി റാഷണലൈസ് ഇമ്പോർട്ട് താരിഫ്സ് ഓൺ പ്രയോറിറ്റി സബ് അസംബ്ലീസ് ആൻഡ് കമ്പോണൻറ്റ്സ്, പിന്നെ ബ്രിങ് മജോറിറ്റി ഓഫ് താരിഫ് ലൈൻസ് ടു 5% ലോവറിലോട്ട് താരിഫ് ലൈൻസ് കുറയ്ക്കുക, പിന്നെ എൻഹാൻസ് കോമ്പറ്റീവ്നെസ് ഓൺ പ്രോഡക്റ്റ് മാനുഫാക്ചറേഴ്സിൽ കോമ്പറ്റീറ്റീവ്നെസ് കൂടുക. അപ്പോൾ ഇതിൻ്റെ ഒരു കറണ്ട് സിനാരിയോ എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കും. ഇപ്പം നമ്മൾ അതിൻ്റെ ചാലഞ്ചസ് എന്താണെന്ന് നോക്കി, ഇതിൽ ഒരു ഇൻഡസ്ട്രി റെക്കമെൻഡേഷൻസ് എന്തൊക്കെ കൊടുക്കാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു കറണ്ട് കേസ് സിനാരിയോയിൽ ഓൺ ഗ്രൗണ്ട് എന്താണ് സിറ്റുവേഷൻ? ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ 118 ഇലക്ട്രോണിക് റിലേറ്റഡ് താരിഫ് ലൈൻസ് എന്ന് പറയുന്നത് ഏകദേശം 0 to 27.5% ആണ്. അവിടെ നിന്നാണ് നമ്മൾ 5% കുറയ്ക്കണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ വരുന്നത്. മോസ്റ്റ് കമ്പോണൻറ്റ്സ് ഫോൾ ഇൻ ദ റേഞ്ച് ഓഫ് 10 to 15 റേഞ്ച് ആണ്. 47.2% ഓഫ് ഇലക്ട്രോണിക് ഇമ്പോർട്ട്സ് ആൻഡ് ഡ്യൂട്ടി ഫ്രീ, 52.8% ഫേസ് താരിഫ് ലെവൽസ് മോസ്റ്റ്ലി ഓവർ 10%. അപ്പോൾ ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ എന്താണ്, നോ കൺട്രി ക്യാൻ പ്രൊഡ്യൂസ് ഓൾ കമ്പോണൻറ്റ്സ് ഡൊമസ്റ്റിക്കലി ഇൻ ആൻ ഇന്റർ ഡിപ്പെൻഡൻറ്റ് വേൾഡ്. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു കേസിൽ ചൈന എന്ന് പറയുന്നത് ഏകദേശം 1.6 ട്രില്യൺ ഇലക്ട്രോണിക് ട്രേഡാണ് അവർ ചെയ്യുന്നത്. പക്ഷേ 42% ഇമ്പോർട്ടിനെ റിലൈ ചെയ്യുന്നുണ്ട്. നീഡ് ഫോർ ബാലൻസ് ബിറ്റ്വീൻ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് ഹയർ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. അപ്പം നമുക്കറിയാം, ഒരു കൺട്രിയും അവർക്ക് തന്നെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു എൻഡ് പ്രോഡക്റ്റിലോട്ട്, ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റിൻ്റെ എൻഡ് സാധനം കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അവർക്ക് കമ്പോണൻറ്റ്സ് എപ്പോഴും എവിടെ നിന്നേലൊക്കെ സോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇത്രയും വലിയ താരിഫുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു കമ്പനിക്ക് ഇത് നഷ്ടങ്ങളെ വരുത്തത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടു അച്ചീവ് ഇറ്റ്സ് ഗോൾ ഓഫ് ബിക്കമിങ് എ ഗ്ലോബൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഹബ്, ഇന്ത്യ മസ്റ്റ് അഡ്രസ് ഇറ്റ്സ് ചാലഞ്ചസ് കോംപ്രിഹെൻസീവ്ലി, പോളിസി ഡിസിഷൻസ് ബാലൻസിങ് പ്രൊട്ടക്ഷനിസം വിത്ത് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്. ഇപ്പം ഇതിൻ്റെ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനിസം എന്താ? നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ നാട്ടിലെ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ താരിഫുകൾ ഉണ്ടാക്കിയത്. പക്ഷേ വേഴ്സസ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്. അപ്പം ഗ്ലോബലി ഉള്ളൊരു ഇൻഡസ്ട്രിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഇൻഡസ്ട്രീസിന് അത് പിടിച്ച് നിൽക്കാനായിട്ടും പറ്റുന്നില്ല. പക്ഷേ ഈ താരിഫുകൾ ഗവൺമെൻറ് ഉണ്ടാക്കിയത് ഒരു പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജി ആയിരുന്നെങ്കിൽ ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ടാലി വിത്ത് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കുക. ഫോസ്റ്ററിങ് എ റോബസ്റ്റ് കോമ്പോണന്റ് എക്കോസിസ്റ്റം ആൻഡ് ക്രിയേറ്റിംഗ് എ കണ്ടക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് വിൽ ബി ക്രൂഷ്യൽ ഇൻ ഷേപ്പിംഗ് ഇന്ത്യസ് പൊസിഷൻ ഇൻ ഗ്ലോബൽ ഇലക്ട്രോണിക്സ് വാല്യൂ ചെയിൻ. ഓക്കെ, അപ്പോൾ അതതിൻ്റെ ഒരു നമുക്കൊരു കൺക്ലൂഷനായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിക്സ് സെക്ടറിൽ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ സെക്ടർ അതൊക്കെ കറണ്ട് അഫയേഴ്സിലുള്ളതാണ്. ഈ പ്രാവശ്യത്തെ കറണ്ട് അഫയേഴ്സിൽ ഉള്ള കാര്യങ്ങളാണ്, ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ചാലഞ്ചായിട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഇത്രയും ഇമ്പോർട്ട് ടാക്സുകൾ, ഇമ്പോർട്ട് ഡ്യൂട്ടികൾ ഉണ്ട് ചൈനീസ് കമ്പോണൻ്റ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ കമ്പോണൻസ് ഇലക്ട്രോണിക് സെക്ടറിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത്രയും താരിഫുകളുണ്ട്. അപ്പം ഇവിടെ ഉള്ള ഒരു മാനുഫാക്ചറിന് ആക്ച്വലി എന്താണ്, എൻ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ കോസ്റ്റ് കൂടുകയാണ്, മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുകയാണ്. അപ്പോൾ അവർക്ക് ഈവൻ ദോ ദിസ് വാസ് എ പ്രൊട്ടക്ഷൻറ്റീവ്നെസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവ് ആയിരുന്നെങ്കിലും ഗ്ലോബൽ കോമ്പറ്റീവ്നെസ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലെ ഇന്ത്യൻ മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ ക്രെഡിബിലിറ്റീനെയും അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റീനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡേറ്റ വേണമെങ്കിൽ ഇവിടെ കോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ഭാഗത്ത് താരിഫ് ഡ്യൂട്ടീസും അങ്ങനെയുള്ള കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ്, ഇതിൻ്റെ FDIയും FPIയും എന്താണ്. ഓക്കെ, എക്കണോമി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്തേക്കുന്നത്. അപ്പം FDI എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ടു ഒബ്റ്റെയിൻ എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ എൻ്റർപ്രൈസ്. അപ്പം ഒരു കൺട്രിയിൽ ഇപ്പം ഇന്ത്യയിലുള്ള ഒരു കമ്പനിയിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു പുറത്തെ രാജ്യത്തെ ഒരാൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ആ ഒരു കമ്പനിയിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് അതിൻ്റെ ഒരു ഷെയർ ഹോൾഡിങ്ങോ അങ്ങനെയുള്ള രീതിയിലോട്ട് വരുമ്പോൾ FPIയുടെ കേസിൽ എന്താണ്, അവർ ആക്ച്വലി സ്റ്റോക്കുകൾ വാങ്ങിക്കുകയാണ്, ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ അസറ്റുകൾ ആയിട്ടുള്ള ബോണ്ടുകൾ അല്ലെങ്കിൽ സ്റ്റോക്കുകളൊക്കെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന വാങ്ങിക്കുകയാണ്. അതാണ് FPI എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഒരു ഡെഫിനേഷനുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മോർ ദാൻ 10% ഓഫ് ദ സ്റ്റേക്ക് എന്ന് പറയുന്നതാണ് FDI വരുന്നത്. FPI എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 10%. ഇപ്പം ഇതിനാണൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡെഫിനേഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്ററിൻ്റെ റോളുകൾ എന്താണ്? അപ്പം FPIയുടെ കേസിൽ അതൊരു പാസീവ് ഇൻവെസ്റ്ററാണ്. അതായത് അയാൾ നോക്കുന്നത് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുക, പെട്ടെന്ന് എക്സിറ്റ് ആവുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക. പക്ഷേ ആക്റ്റീവ് ഇൻവെസ്റ്ററിൻ്റെ കേസിൽ ഇൻ ദ ലോങ് റണ്ണ് അയാൾക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറായിട്ട് കമ്പനിക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, അതിൽ നിന്ന് അയാൾക്ക് ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കുക. ഓക്കെ, ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത് FDI എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മറ്റേതെന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഡിഗ്രി ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ FDIയുടെ കേസിൽ ഹൈ കൺട്രോൾ വരും, FPIയുടെ കേസിൽ വെരി ലോ കൺട്രോളാണ്. ടേം എന്ന് പറയുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം ഒരു 5-6 ഇയേഴ്സിനുള്ളിൽ അയാൾ കൊടുക്കുന്ന ഇൻപുട്ട് പൈസ കൊടുത്തിട്ട് അതിൽ കുറച്ച് ഇൻപുട്ട് എല്ലാം ഡെവലപ്പ് ആ കമ്പനിക്ക് നേട്ടങ്ങൾ ഉണ്ടായതിനു ശേഷം അതിൽ നിന്നുള്ള ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ആണ് നോക്കുന്നത്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് വാങ്ങിച്ചിട്ട് മാർക്കറ്റ് നല്ലതാകുമ്പോഴേക്കും അത് വിറ്റിട്ട് അതിൻ്റെ ഷെയറുകൾ വിറ്റിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് പോവുക. ഓക്കെ, മാനേജ്മെൻറ്റ് ഓഫ് പ്രോജക്ട്സ് എഫിഷ്യൻ്റ് ആണ് FDIയുടെ കേസിൽ, കമ്പാരിറ്റീവ്ലി ലെസ് എഫിഷ്യൻ്റ് ആണ് FPIയുടെ കേസിൽ. ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ഡൺ ഓൺ ഫിസിക്കൽ അസറ്റ്സ് ഓഫ് ദ ഫോറിൻ കൺട്രി ആണ്. ഫൈനാൻഷ്യൽ അസറ്റ്സ് ഓഫ് ദ ഫോറിൻ കൺട്രി ആകുമ്പോഴേക്കും അതായത് നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിലുള്ള കമ്പനീസിൻ്റെ ഷെയർസും ബോൺസും ഒക്കെ വാങ്ങിക്കുന്ന കേസിലാണ് FPI വരുന്നത്. എൻട്രി ആൻഡ് എക്സിറ്റ് FDIയുടെ കേസിൽ നമുക്കറിയാം അത് എക്സിറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവർ ചിലപ്പം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൈസ വെച്ചായിരിക്കും കമ്പനി ഗോഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പൈസ ആക്ച്വലി സ്പെൻഡ് ചെയ്യുവാണ്. ഓക്കെ, FPIയുടെ കേസിൽ എന്താണ്, സ്റ്റോക്കും ഷെയറും ഒക്കെയാണ് FPIയുടെ കേസിൽ വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ അത് വിറ്റ് കഴിഞ്ഞിട്ട്
ആ ഒരാൾക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം FDIയുടെ കേസിൽ ഇറ്റ് ലീഡ്സ് ടു ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, ടെക്നോളജി ആൻഡ് അതർ റിസോഴ്സസ് ടു ദ ഫോറിൻ കൺട്രി. പക്ഷേ FPIയുടെ കേസിൽ എന്താണ്, പൈസ മാത്രമാണ്, ക്യാപിറ്റൽ ഇൻഫ്ലോ ടു ദ ഫോറിൻ കൺട്രി, അത്രയേ അതിനകത്ത് നടക്കുന്നുള്ളൂ. റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, FDIയുടെ കേസിൽ അതൊരു സ്റ്റേബിൾ റിസ്ക് ആണ്. പിന്നെ വോൾട്ടൈൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാം ഷെയർ മാർക്കറ്റിൽ ഈ സ്റ്റോക്സിൻ്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത്ര ടൈം ഫ്രെയിമിനുള്ളിൽ വാങ്ങിച്ചിട്ട് എക്സിറ്റ് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ടൈമിനുള്ളിൽ ചിലപ്പം ഷെയറിൻ്റെ വാല്യൂ കുറയാം, ചിലപ്പോൾ അത് കൂടാം. ഓക്കെ, അത് ഭയങ്കര വോൾട്ടൈലാണ്, അതിനെയാണ് വോൾട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ടൈലാണ് റിസ്ക് ഇതിൽ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് പുഷ്പക്കാണ്. പുഷ്പക് എന്ന് പറയുന്നത് ഇസ്രോയുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളാണ്, RLV എന്ന് പറയും ഷോർട്ട് ഫോമിൽ. അതിൻ്റെ 3rd ടെസ്റ്റ് ക്ലിയറായി. ഓക്കെ, ഇപ്പം കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇസ്രോ ഹാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഇറ്റ്സ് 3rd ആൻഡ് ഫൈനൽ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ലാൻഡിംഗ് എക്സ്പെരിമെൻറ്റ് RLV LX-3 at Aeronautical Test Range in Chitradurga, Karnataka. This achievement marks a significant step towards developing reusable space technology, potentially revolutionizing India's സ്പേസ് എക്സ്പ്ലോറേഷൻ കേപ്പബിലിറ്റീസ്. ആക്ച്വലി നമ്മുടെ കൺട്രി ഈ റീയൂസബിൾ, ഇപ്പോൾ നമ്മളിപ്പം റീയൂസബിൾ റോക്കറ്റ് അല്ലെ റീയൂസബിൾ ലാൻഡിംഗ് വെഹിക്കിളൊക്കെ നമ്മൾ നോക്കുന്നത് ഈ സ്പേസ് എക്സ് പോലത്തെ കമ്പനികളൊക്കെ വന്നപ്പോഴാണ്. പക്ഷേ ആക്ച്വലി സ്പേസ് എക്സ് ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇന്ത്യയാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു ബ്യൂറോക്രാറ്റിക് ഹേർഡിൽസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത് ഡിലേഡ് ആയി പോയത്. പക്ഷേ കറൻ്റ്ലി നമ്മളത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ 3rd സ്റ്റേജും ഫൈനൽ സ്റ്റേജും നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് എ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ? അപ്പോൾ RLV ഈസ് എ ടൈപ്പ് ഓഫ് സ്പേസ് ക്രാഫ്റ്റ് ദാറ്റ് ഈസ് ഡിസൈൻ ടു ബി റീയൂസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ്. അപ്പോൾ പല തവണ ഓരോ പേലോഡും സെപ്പറേറ്റ് പേലോഡ്സ് സ്പേസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഞ്ച് വെഹിക്കിളാണ് RLV എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ PSLV ആണെങ്കിലൊക്കെ ഒരു തവണ നമ്മൾ റോക്കറ്റ് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ബൂസ്റ്റേഴ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ദേ ആർ സീൻ ആസ് എ മോർ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സസ്റ്റൈനബിൾ ഓപ്ഷൻ ഫോർ സ്പേസ് ലോഞ്ചസ് ആസ് ദ റെഡ്യൂസസ് ദ നീഡ് ഫോർ മാനുഫാക്ചറിങ് ന്യൂ റോക്കറ്റ്സ് for each mission. അപ്പോൾ they typically consist of a reusable orbiter similar to a space shuttle and a reusable booster that provides initial thrust needed to lift the orbiter. അതായത് ഒരു സ്പേസ് ഷട്ടിൽ കാണും. പിന്നെ സ്പേസ് ഷട്ടിൽ എന്ന് പറയുമ്പോൾ അതിന് ഇപ്പം ആൾക്കാരെ ക്യാരി ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ റോക്കറ്റിൻ്റെ പേലോഡ് ക്യാരി ചെയ്യുന്നതാകാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കറിയാം റോക്കറ്റിൻ്റെ സൈഡിലുള്ള സാധനമാണ് ബൂസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബൂസ്റ്റർ കാണും. അതാണ് ഈ ഒരു പേലോഡിനെ സ്പേസിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ പേലോഡ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ഓർബിറ്റർ ആൻഡ് ദ ബൂസ്റ്റർ റിട്ടേൺ ടു ദ എർത്ത് ആൻഡ് ലാൻഡ് ബാക്ക് on a runway where they can be refurbished and reused for future launches. അതായത് ഈ ഒരു പേലോഡിനെ സ്പേസിൽ എത്തിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഈ ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഓർബിറ്റർ തിരിച്ച് നമ്മുടെ എർത്തിൽ ലാൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പം ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താ? ഡെവലപ്പിംഗ് RLVs റിക്വയർസ് അഡ്വാൻസ് ടെക്നോളജീസ് ഇൻക്ലൂഡിങ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ് വേണം. എന്താണ്, ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ റീ എൻട്രി ഒക്കെ വരുമ്പോൾ അറ്റ്മോസ്ഫിയറിക് ഡ്രാഗ് ഒക്കെ വരും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹീറ്റ് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്, അതായത് ലാൻഡ് ചെയ്യുമ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് ലാൻഡ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ് വേണം. റിലയബിൾ പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ഫോർ ലോഞ്ചിങ് ആൻഡ് ലാൻഡിങ്. പിന്നെ ഇസ്രോസ് RLV TD പ്രൊജക്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഇസ്രോ ഈസ് ഡെവലപ്പിംഗ് എസെൻഷ്യൽ ടെക്നോളജീസ് ഫോർ എ ഫുള്ളി റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. ഇത് എന്താണ്, ഹൈപ്പർസോണിക് ഫ്ലൈറ്റിൽ, ഓട്ടോണോമസ് ലാൻഡിങ്ങിൽ, റിട്ടേൺ ഫ്ലൈറ്റ് എക്സ്പെരിമെൻറ്റിൽ, പവേർഡ് ക്രൂസ് ഫ്ലൈറ്റ്, പിന്നെ സ്ക്രാംജെറ്റ് പ്രൊപ്പൽഷൻ എക്സ്പെരിമെൻറ്റ്, ഇത്രയും ടൈപ്പിലാണ് അവർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ റീയൂസബിലിറ്റി ആണ്. ലോ കോസ്റ്റ്, റിലയബിൾ, നോൺ ഡിമാൻഡ് മോഡ് ഇൻ അസസിങ് സ്പേസ്. പിന്നെ കോസ്റ്റ് ഓഫ് ലോഞ്ച് ക്യാൻ ബി റെഡ്യൂസ് ടു നിയർലി 80%. ഓൾറെഡി നമുക്കറിയാം ഇസ്രോയുടെ പ്രൊജക്ട്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു ഹോളിവുഡ് മൂവിനെക്കാട്ടിലും കുറവാണെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ ഈ RLVയും കൂടി വരുമ്പോഴേക്കും, അതായത് റീയൂസബിൾ ലോഞ്ചബിലിറ്റിയും കൂടി നമ്മൾ കൊണ്ടുവരുമ്പോഴേക്കും 80% ഓഫ് ദ പ്രസൻറ്റ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനൊരു ഇത് വരുമ്പോഴേക്കും എന്താണ്, നമ്മുടെ സ്പേസ് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ സ്പേസ് എക്കണോമിയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ജമ്പ് ഇന്ത്യൻ സ്പേസ് സെക്ടറിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗ്ലോബൽ RLV ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ നാസ സ്പേസ് ഷട്ടിൽസ് ഹാവ് ബീൻ ക്യാരിയിങ് ഡസൻസ് ഓഫ് ഹ്യൂമൻ ഫ്ലൈറ്റ് മിഷൻസ്. പിന്നെ പ്രൈവറ്റ് സ്പേസ് ലോഞ്ച് സർവീസസ് പ്രൊവൈഡർ സ്പേസ് എക്സ് ഡെമോൺസ്ട്രേറ്റഡ് പാർഷ്യലി റീയൂസബിൾ ലോഞ്ച് സിസ്റ്റംസ് വിത്ത് ഇറ്റ്സ് Falcon 9 and Falcon Heavy rockets since 2017. SpaceX is also working on fully reusable launch vehicle system called എന്താണ്, Starship
പിന്നെ സെവറൽ പ്രൈവറ്റ് ലോഞ്ച് സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് ഗവൺമെൻറ് സ്പേസ് ഏജൻസീസ് ആർ വർക്കിംഗ് ഓൺ ഡെവലപ്പിംഗ് റിയൂസിബിൾ ലോഞ്ച് സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പം പത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു വെഹിക്കിൾ അവിടെ ലാൻഡ് ചെയ്യുന്ന അതിൻ്റെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന ഒരു ഇമേജ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തെ ടെക്നോളജീസ് എല്ലാം നമ്മൾ നോക്കിയായിരുന്നു. RLV LX3 എന്നാണ് അതിൻ്റെ ഒരു പേര് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഫസ്റ്റ് മെഷീൻ എന്നൊക്കെ പറഞ്ഞത് 2016 അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ 3 എണ്ണവും കഴിഞ്ഞേക്കുവാണ്. സിഗ്നിഫിക്കൻസ് എന്താണ് ഈ ഒരു RLVs has a potential to significantly reduce the cost of space launches, as a significant portion of cost of traditional rockets come from need to manufacture new rockets. അതായത് ഒരു റോക്കറ്റ് വിട്ടതിന് ശേഷം പിന്നെയും ആ ഒരു റോക്കറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കോസ്റ്റ് ഇങ്ങനൊരു RLV സിസ്റ്റത്തിൽ കുറയുന്നതായിരിക്കും. ബൈ റീയൂസിങ് സ്പേസ് ക്രാഫ്റ്റ് ദ കോസ്റ്റ് പെർ ലോഞ്ച് ക്യാൻ ബി സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ്. അഡീഷണലി RLVs ക്യാൻ പ്രൊവൈഡ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഫോർ സ്പേസ് ലോഞ്ചസ്, ആസ് ദേ ക്യാൻ ബി ലോഞ്ച്ഡ് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് നീഡിങ് ടു ബി മാനുഫാക്ചേർഡ് ആൻഡ് അസംബിൾഡ് ഫോർ ഈച്ച് മിഷൻ. ഓക്കെ, അപ്പം RLVs എന്താണെന്ന് ആൾക്കാർക്ക് ഇപ്പം നമുക്കറിയാം. കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്പേസ് എക്സ്പ്ലോറേഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കി. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജീസ് ഹൈപ്പർസോണിക് ഉണ്ട്, അതുപോലെ തന്നെ റിയൂസിബിൾ ടെക്നോളജി ഉണ്ട്. അപ്പോൾ സ്ക്രാംജെറ്റ് പ്രൊപ്പൽഷൻ ടെസ്റ്റുകൾ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജീസ് ഇതിനകത്ത് ആഡഡ് ആയിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റോറിയലുള്ളൊരു ന്യൂസാണ്. ക്രിയേറ്റ് ദ സ്പേസ് ഫോർ ഗവർണൻസ് വിത്ത് ഗ്രീൻ ഹാർട്ട്. അപ്പം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആസ് എ ന്യൂ ടേം ബിഗിൻസ് for the Indian government and the Lok Sabha, there is an urgent need to prioritize environmental concerns. The previous government's focus on development often came at the cost of environmental protection. India now stands at a critical juncture where addressing environmental issues is crucial for sustainable development and well-being of the citizen. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഡെവലപ്മെൻറ്റ് വേണം, പക്ഷേ ഡെവലപ്മെൻറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ്. അതായത് ഒരു സിറ്റിസൻ്റെ വെൽബീയിങ്ങിന് എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കറിയാം BJP ഗവൺമെൻറ് ആണെങ്കിലും ദേ ആർ മോർ ഫോക്കസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇത്രയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറൊക്കെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്പെൻഡിങ് കൂട്ടിയ ഒരു ഗവൺമെൻറ് നമുക്ക് അടുത്ത കാലത്തൊന്നുമില്ല. ഓക്കെ, പക്ഷേ അവർ ദേ ആർ കീൻ ഓൺ ഡെവലപ്മെൻറ്റ് ഫോർ ദ കൺട്രി. ലോങ് ടേം വിഷൻസ് ആണ്. പക്ഷേ ദിസ് ഡെവലപ്മെൻറ്റ്സ് ഷുഡ് ബി ഒരു സസ്റ്റൈനബിൾ വേയിലായിരിക്കണം ഈ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരേണ്ടതെന്നാണ് ഈ ആർട്ടിക്കിൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അടുത്തിടയിലൊക്കെ നമ്മൾ ഓരോ ടോപ്പിക്സ് എഡിറ്റോറിയൽ ഈ ഒരു ടേം, അപ്പോൾ നമുക്കറിയാം ഇലക്ഷൻ കഴിഞ്ഞു, പുതിയ ഗവൺമെൻറ് വന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് വരുമ്പോഴേക്കും അവർ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ എഡിറ്റോറിയലിൽ നമ്മൾ 2-3 ദിവസമായിട്ട് അല്ലെങ്കിൽ ബൈ ദ പാസ്റ്റ് 2 വീക്സിൽ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ചൈൽഡ് വെൽഫെയർ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ഹെൽത്ത് കെയറിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇനി വന്നേക്കുന്ന എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി അപ്പോൾ ഓരോരോ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ന്യൂസിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ആഡ് ഓൺ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്കത് ആൻസറിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ കീ എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, നമുക്ക് ഈവൻ ദോ നമ്മൾ നെറ്റ് സീറോ അച്ചീവ് ചെയ്യും 2070 നമ്മൾ അച്ചീവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദർ ഈസ് ലാക്ക് ഓഫ് കോൺക്രീറ്റ് ആക്ഷൻ ഡിസ്പൈറ്റ് ഫ്രീക്വൻറ്റ് മെൻഷൻസ് ബൈ ദ ലീഡർഷിപ്പ്. ഓക്കെ, പിന്നെ ഇൻസഫിഷ്യൻറ്റ് ഫോക്കസ് ഓൺ റെഡ്യൂസിങ് എമിഷൻസ് ആസ് എനർജി കൺസംഷൻ സോഴ്സ്, ഇൻഎഡ്യൂക്കേറ്റ് പ്രിപ്പറേഷൻ ഫോർ ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പം ഫ്ലഡും ഫാമൈൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇൻഎഡ്യൂക്കേറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണുള്ളത്. ഇതും നമുക്ക് എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം കേട്ടോ. പിന്നെ നമുക്കറിയാം നമ്മൾ ഇപ്പം ഈവൻ ദോ വി ആർ ഹാവിങ് ഹൈ ടാർഗറ്റ്സ്, അതായത് പാരീസ് അഗ്രിമെൻറ്റ് പ്രകാരം 1.5 ഡിഗ്രി സെൽഷ്യസിലോട്ടൊക്കെ നമ്മൾ എത്തിക്കും, അല്ലെങ്കിൽ നെറ്റ് സീറോ നമ്മൾ അച്ചീവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാലും എന്താ പറ്റി, നമുക്ക് ഇതിനൊരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പില്ല. ഹൗ വി വിൽ അച്ചീവ് ഇറ്റ് എന്നുള്ളൊരു കാര്യം ഗവൺമെൻറ് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. അതൊരു ഫസ്റ്റ് പോയിന്റ് ആണ് ഇതിനകത്ത്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് ബേസ് ചെയ്തിട്ട്. പിന്നെ ഫോറസ്റ്റ് കവർ, വൺ ഓഫ് ദി വേൾഡ്സ് ലോവസ്റ്റ് ഗ്രീൻ കവർ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് എന്താണ്, 28 ട്രീസ് പെർ പേഴ്സൺ ആണ് ഇന്ത്യയിലുള്ളത്. സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഇൻ ക്വാളിറ്റേറ്റീവ് ഫോറസ്റ്റ് കവർ ഓവർ ദ ലാസ്റ്റ് 20 years. ക്വസ്റ്റ്യനബിൾ അക്കൗണ്ടിങ് മെത്തേഡ്സ് മാസ്കിംഗ് ട്രൂ ഫോറസ്റ്റ് ലോസ്, അതൊരു പ്രശ്നമാണ്. പിന്നെ ഏർബൻ, അതായത് എന്താണ് ഒറിജിനൽ ഫോറസ്റ്റിൻ്റെ ലോസ് എത്രത്തോളം നമ്മുടെ കാട് നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിയൽ അഡിക്വേറ്റ് ഡേറ്റ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. പിന്നെ urban environmental crisis, നമുക്കറിയാം സിവിയർ എയർ പൊല്യൂഷൻ ഇൻ മേജർ സിറ്റീസ് അഫക്റ്റിംഗ് റെസിഡൻസ് ലൈഫ് സ്പാൻസ്.
വാട്ടർ സ്കേസിറ്റി ഉണ്ട്. നമുക്കറിയാം ഇതിനൊരു എക്സാമ്പിളാണ് ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒക്കെ ഉണ്ടായിരുന്ന വാട്ടർ ക്രൈസിസിൽ. ഹൈ ലെവലിൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഓവർ യൂസ് ആയി അപ്പം ഒരു ഏർബനൈസേഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡീഗ്രഡേഷൻ ഓഫ് ഏർബൻ റിവേഴ്സ് ആൻഡ് വാട്ടർ ബോഡീസ്, ലോസ് ഓഫ് ഗ്രീൻ സ്പേസസ് ലീഡിംഗ് ടു ഏർബൻ ഹീറ്റ് ഐലൻഡ് എഫക്ട്, ഇൻഅഡ്വക്കേറ്റ് സീവേജ് ട്രീറ്റ്മെൻറ്റ്, only 28% of generated sewage is treated. ഓക്കെ, അതും ഒരു പ്രോബ്ലമാണ്. ഹിമാലയൻ കൺസേൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? റാപ്പിഡ് ഗ്ലേഷ്യൽ റിട്രീറ്റ് ത്രെറ്റനിങ് വാട്ടർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി, ചേഞ്ചിങ് റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ പാറ്റേൺസ്, ഇൻസഫിഷ്യൻറ്റ് അറ്റൻഷൻ ടു പ്രൊട്ടസ്റ്റ് ആൻഡ് കൺസേൺസ് ഓഫ് ലോക്കൽ പോപ്പുലേഷൻ, പിന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ്. ഓക്കെ, വീക്കനിങ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് മെക്കാനിസം ത്രൂ ഫ്രീക്വൻറ്റ് അമെൻമെൻറ്റ്സ്, പിന്നെ എന്താണ്? ലാക്ക് ഓഫ് മീനിങ് ഫുൾ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് ആൻഡ് പ്രോജക്റ്റ് അപ്രൂവൽസ്, പിന്നെ ഡിസ്മിസൽ. അതായത് പ്രോജക്റ്റ് അപ്രൂവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഗവൺമെൻറ് കൺസ്ട്രക്ഷൻ പ്ലാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതിനെ എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ആ ഒരു പ്രോജക്റ്റ് ഒരു ലൊക്കാലിറ്റിയിലോട്ടാണ് വരുന്നതെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഒരു കൺസൾട്ടേഷൻ വേണം. അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഓക്കെ, ഡിസ്മിസൽ ഓഫ് പ്രൊട്ടസ്റ്റ് ആൻഡ് ക്രിറ്റിസിസം, ഗ്രീൻ വാഷിംഗ് ആൻഡ് ഇൻഎഫക്റ്റീവ് പോളിസീസ്. ഗ്രീൻ വാഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, ഇപ്പം എൻവയോൺമെൻ്റലി ഡിഗ്രേഡിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും നടക്കുന്നത്, ബട്ട് ദേ വിൽ ലേബൽ ഇറ്റ് ആസ് എക്കോ ഫ്രണ്ട്ലി. ഓക്കെ, അങ്ങനെ രീതി. ഓക്കെ, എംഫസിസിങ് ഓൺ കൊമേഴ്ഷ്യലി ഡ്രിവൺ പോളിസീസ് ലൈക്ക് ഗ്രീൻ ക്രെഡിറ്റ്സ് ഓവർ ജെനുവിൻ കൺസർവേഷൻ, പിന്നെ നീഡ് ഫോർ സ്ട്രോങ്ങർ എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം ടു എൻഷുർ എൻവയോൺമെൻറ്റൽ റൂൾ ഓഫ് ലോ. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് എന്താണ് ചാലഞ്ചസോ അല്ലെങ്കിൽ ഒരു കറണ്ട് കേസ് സിനാരിയോ ഒക്കെ നിങ്ങളെ ആൻസർ റൈറ്റിങ്ങിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഡെവലപ്പ് കോംപ്രിഹെൻസീവ് ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ്, ഇംപ്ലിമെൻറ്റ് റോബസ്റ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ്, എൻഹാൻസ് urban green cover, prioritize urban environmental management including air and water quality improvement, address Himalayan ecological concerns through targeted policies are important കാര്യമാണ്, and local engagement, strengthen the environmental impact assessment processes and evaluate them in to statutory ഒരു സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ ഒരു ലോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാക്കപ്പ് എന്താണ് ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ്സിനൊക്കെ കൊടുക്കുക. എൻകറേജ് ജെനുവിൻ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ എൻവയോൺമെൻറ്റൽ ഡിസിഷൻ മേക്കിംഗ്, ഫോക്കസ് ഓൺ ട്രൂ കൺസർവേഷൻ എഫേർട്സ് റാദർ ദാൻ ഗ്രീൻ വാഷിംഗ് ടാക്ടിക്സ്, പിന്നെ എൻഹാൻസ് എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസംസ് ടു എൻവയോൺമെൻറ്റ് ലോസ്. അതായത് ഇപ്പോൾ ഒരു എൻവയോൺമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ലോ അല്ലെങ്കിൽ എൻക്രോച്ച്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ എക്കോ വെറ്റ്ലാൻഡ്സിലുള്ള കൺസ്ട്രക്ഷൻസ് അതൊക്കെ നടക്കുമ്പോഴേക്കും അതിനെതിരെയുള്ള ലോ ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാനായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസംസ് പ്രോപ്പറായിട്ട് നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടൊരു ഗവർണൻസ് പെർസ്പെക്റ്റീവിൽ ഉള്ള ചാലഞ്ചസ്, ഓക്കെ, ഒരു ഗവൺമെൻറ് പോളിസി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ട്, അതിൽ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആസ് എ ബ്യൂറോക്രാറ്റ്, നമ്മളൊരു ബ്യൂറോക്രസിയിൽ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് പൊസിഷനിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് നമുക്ക് കൊടുക്കാം എന്നൊക്കെ ഉള്ളൊരു വ്യൂ പോയിന്റ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് മെയിൻസ് ആൻസർ റൈറ്റിംഗ് പെർസ്പെക്റ്റീവിലാണ് ഇത് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻസ് നോട്ടിൽ ഇത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.